ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ആ വീട്ടിൽ നിന്ന് പോയതിൻ്റെ ആ ഒരു ഇതൊക്കെ അനന്തപുരിയിൽ പതുക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മുത്തശ്ശൻ രണ്ടും കൽപ്പിച്ച നയനയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിൻ്റെ പിറകിലെ ഉദ്ദേശം മുത്തശ്ശിയായിട്ട് സംസാരിക്കുന്നു. നയന ഇവിടെ ഇല്ലാതായി കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ വീട് മുന്നോട്ട് പോകുന്നതെന്നും മകളുടെ വില എന്താണെന്ന് ഇവിടെയുള്ളവർ അറിയട്ടെ എന്നും ഒക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നയനമോള് പോകണം എന്ന് പറഞ്ഞപ്പോൾ താൻ തടയാതിരുന്നതെന്നും മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് മുത്തശ്ശിയും ഇങ്ങനെ ആ ഒരു ഇതിൽ അങ്ങനെ നിൽക്കുക. എന്തായാലും നയനമോളില്ലെങ്കിൽ അനന്തപുരി കീഴ്മേൽ മറിയും എന്നുള്ള കാര്യം മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല പോലെ അറിയാം. കാരണം നയനയാണ് ആ വീടിൻ്റെ നെടുന്തോടൊന്നും ശ്വാസമൊന്നും അവർക്കറിയാം. അതുകൊണ്ട് അവരങ്ങനെ പറയണം. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും മരുന്നൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം നയനയും വിളിച്ചു ചോദിച്ചു. നയന ഇന്ന മരുന്നാണെന്നും പറഞ്ഞ് അങ്ങനെ പറയണു. ഈ സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശ് അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി അവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലേ. അപ്പോൾ എന്താ കാര്യം, രണ്ടുപേർക്ക് മുത്തശ്ശി എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ആദർശ് അങ്ങോട്ട് ചെന്നു. അപ്പം ഞങ്ങൾ മരുന്ന് കഴിക്കാൻ തുടങ്ങുമായിരുന്നു, മുത്തശ്ശനുള്ള മെഡിസിൻ എടുത്ത് കൊടുക്കുമായിരുന്നു എന്ന് മുത്തശ്ശി പറഞ്ഞപ്പം അതിനാണോ ഞാൻ മെഡിസിൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ആദർശ് ആ ബോക്സിൽ നിന്ന് മരുന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നു. അപ്പം നമ്മുടെ നയന പറഞ്ഞു തീർന്നതേ ഉള്ളൂ ഒരു മഞ്ഞ കളറുള്ള ഗുളികയാണെന്ന്. പക്ഷെ ആദർശ് എടുത്തു കൊടുത്തതോ വേറൊരു ഗുളിക. ആദർശ് ആ ഗുളിക എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട നിനക്ക് മരുന്നിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, എന്നോട് മോള് വിളിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട് മരുന്നിൻ്റെ കാര്യങ്ങൾ ഏതാണ് കൊടുക്കേണ്ടതെന്ന്, അത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നയനയെക്കുറിച്ച് ഇങ്ങനെ പറയാം. അപ്പോൾ നയനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദർശന് അത്രയ്ക്ക് അങ്ങ് ദഹിച്ചിൽ. ആദർശം ഒരു ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നയനമോൾ ഈ വീട്ടിലില്ലെങ്കിൽ ഈ വീടിൻ്റെ വിളക്കണഞ്ഞതുപോലെയാണെന്നും ഈ വീട്ടിലെ മഹാലക്ഷ്മിയാണ് നയനമോള്, അത് മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും നീ മനസ്സിലാക്കണം, നീ മനസ്സിലാക്കിയില്ലെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ആദർശം എന്നുള്ള കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയാം. ഒരിക്കലും നിങ്ങളുടെ ജീവിതം നശിച്ചു പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം വന്നു പെടാനോ ഞങ്ങൾ ആരും ആഗ്രഹിക്കില്ലെന്ന് നിനക്കറിയാമല്ലോ. നിനക്ക് കിട്ടിയ സൗഭാഗ്യമാണ് നിന്റെ ഭാര്യ, അത് നീ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് എന്നും ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ ഓരോ കാര്യങ്ങളും എണ്ണി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം ശരിയാണ്, അത് കറക്റ്റായ കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. അങ്ങ് പോയി കഴിഞ്ഞപ്പം ആദർശിൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ മോളോട് സ്നേഹവും കരുതലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ദേവയാനിയെ പേടിച്ചിട്ടാണ് മോൻ അതിനകത്തൊന്നും വലിയ താല്പര്യം കാണിക്കാത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്നേരം മുത്തശ്ശനോട് പറയാം. ആരെ പേടിച്ചിട്ടാണെങ്കിലും സ്വന്തം ഭാര്യയോട് കാണിക്കേണ്ട ധർമ്മം അത് കാണിക്കുക തന്നെ വേണമെന്നും പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആദർശ് ബെഡ്റൂമിൽ ചെന്നിരിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫയലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദർശ് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒന്നും കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇതൊക്കെ എവിടെ ഇരിക്കുന്നതെന്നൊന്നും അറിയില്ല. അപ്പം മുത്തശ്ശൻ പറഞ്ഞത് എന്തായാലും ശരിയാണെന്നും അവളുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇതൊന്നും അറിയേണ്ടി വന്നിട്ടില്ല, പക്ഷേ ഇപ്പോൾ എനിക്കെല്ലാം ആ ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്, എവിടെയായിരിക്കുന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ അവളുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആദർശ് മനസ്സുകൊണ്ട് ചിന്തിക്കുക. എന്നിട്ട് ഫോണിൽ വിളിച്ചിട്ട് നയനയോട് സംസാരിക്കുന്നു. നീ അവിടെ എന്തെടുക്കുക എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാനിവിടെ അച്ഛന് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെന്ന് പറഞ്ഞു. ഓ, അച്ഛന് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നീ അവിടെ അങ്ങ് സ്ഥിരതാമസം ആക്കിയോ എന്ന് ചോദിച്ചു. എന്താ ഞാൻ അവിടേക്ക് വരണം എന്നാണോ, അല്ലെങ്കിൽ ഞാനില്ലാത്തത് കൊണ്ട് ആദർശേട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നീ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആദർശേട്ടൻ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ നീ ഇവിടെ ഇല്ലാതെ അവിടെ പോയി നിൽക്കുന്നത് കൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇപ്പം അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ ഞാൻ അവിടെ ഇല്ലെങ്കിൽ കുഴപ്പം, നിൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ നീ ഉള്ളതുപോലെ ആകുമോ, പിന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊക്കെ നീയല്ലേ കൃത്യമായിട്ട് നോക്കുന്നത്, അതൊക്കെ നോക്കാനേ കൃത്യമായി ഞാൻ അമ്മയെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്, പിന്നെ അമ്മ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വേണമല്ലോ, നന്ദുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അത് ആദർശേട്ടന് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നന്ദുവിൻ്റെ അരികിൽ ഞാൻ വേണം, നന്ദുവിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പം നിൻ്റെ അല്ലേ അനുജത്തി, അവളും ഏതെങ്കിലും പ്രണയത്തിൽ ചെന്ന് കുരുങ്ങി കാണും, അതായിരിക്കും അവളുടെ ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വന്നെന്ന് പറയുമ്പോൾ ആദർശേട്ടാ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ പറയുന്നത് എനിക്ക് സഹിക്കില്ല കേട്ടോ, അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ കുടുംബപരമായിട്ട് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ നയനയോട് വരുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നയന വരുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുക. അത് ഇനി ഫോണങ്ങ് കട്ട് ചെയ്തു. ആദർശ് പെട്ടു. ആദർശിൻ്റെ അഹങ്കാരം കുറച്ച് കൂടുതലാണല്ലോ. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗോവിന്ദേട്ടൻ അന്നേരം നയനയ്ക്ക് അടുത്തേക്ക് വന്നു. അപ്പോൾ നയന അവിടെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രതിമകൾക്ക് പോളിഷ് ചെയ്യുമോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആരാ മോളെ വിളിച്ചതെന്നും ചോദിച്ച്. അപ്പോൾ ആദർശേട്ടനാണെന്ന് പറഞ്ഞു. ആദർശന് ഇപ്പോഴും മോളോട് സ്നേഹം ഇല്ലല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആ വീട്ടിലെല്ലാവർക്കും എൻ്റെ കഴിവിനെ പറ്റിയൊക്കെ അറിയാം. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒന്നും കൂട്ടത്തിലേക്ക് ആദർശേട്ടൻ വരുന്നില്ലെന്നുള്ളത് അച്ഛാ സത്യം. എൻ്റെ കഴിവിനെ അങ്ങ് അംഗീകരിച്ച് തരാൻ ആദർശേട്ടൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, അതാണ് കാര്യം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആദർശേട്ടന് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇഷ്ടക്കുറവൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകളിങ്ങനെ പറയാം. അപ്പോൾ മോൾ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ അച്ഛൻ അറിയാമെന്നും പറഞ്ഞു ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പോൾ ഒരിക്കലുമില്ല, ഞാൻ സത്യം പറഞ്ഞതെന്ന് പറഞ്ഞ് നയനെ ഇങ്ങനെ പറയണം. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും അച്ഛാ, അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങൾ നോക്കാനായിട്ട് 2 മക്കൾ, അതായത് ദേവയാനിയും അതുപോലെ ജലജയും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെന്നു. രാവിലെ കൊടുക്കേണ്ട സാധനമൊക്കെ ഉച്ചയാകുമ്പോൾ കൊടുക്കാനാണ് ചെല്ലുന്നത്. അപ്പോൾ അച്ഛന് മരുന്ന് വേണ്ടേ എന്നൊക്കെ ചോദിച്ച് ചെല്ലുമ്പോൾ ഇപ്പോഴാണോ അച്ഛന് മരുന്ന് കൊടുക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മ വന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചു. മരുന്ന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ കൊടുക്കേണ്ട ആൾ വിളിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. വിളിച്ചു പറഞ്ഞു. അപ്പോൾ അറിയാമെന്ന് ഇവർക്ക് മനസ്സിലായില്ല. നയനമോളുടെ കാര്യമാണ് പറഞ്ഞത്. നയനമോൾ ഇവിടുന്ന് പോയെങ്കിലും മുത്തശ്ശൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിക്കൊണ്ട് തന്നെ അവളിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ സമയത്ത് നയനമോൾ ഉണ്ടായിരുന്നെങ്കിൽ ഫുഡ് കിട്ടിയേനെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നയന ഇല്ലെന്ന് ഓർത്ത് അച്ഛനും അമ്മയും പട്ടിണി കിടക്കുമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും കൂടി നേരെ അടുക്കളയിലേക്ക് പോവുക. അതായത് അച്ഛനോടും അമ്മയോടും വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് ഫുഡ് കറക്റ്റ് സമയത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരും എന്നും പറഞ്ഞു. അങ്ങനെ ഇവർ നേരെ പോയി അടുക്കളയിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇത് നമുക്ക് കിട്ടിയൊരു അവസരമാണെന്നും നയന ഇല്ലെങ്കിലും അനന്തപുരി തറവാട്ടിൽ ഒരു കുഴപ്പമുണ്ടാകില്ല, എല്ലാം പഴയപടി തന്നെ നടക്കുന്നു, നമ്മൾ അച്ഛനെയും അമ്മയെയും കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ദേവയാനി ജലജയോട് പറയുന്നു. എന്നാലും ജോലിയൊക്കെ ചെയ്തിട്ട് കുറേ നാളായില്ലേ ഏട്ടത്തി എന്ന് പറഞ്ഞു. പിന്നെ അവളുമാരിവിടെ വന്നതിന് ശേഷം നമ്മൾ ജോലിയൊന്നും ചെയ്യാതിരിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ ഇവിടെ കയറി വരാൻ യോഗ്യതയില്ലാത്ത 2 അവളുമാർ കയറി വന്നപ്പോൾ നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ അങ്ങ് ഒതുങ്ങിയെന്നുള്ളത്. അവളുമാർ കുറച്ച് പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് കരുതി നമ്മൾ ഈ വീട്ടിലെന്താ ജോലി ചെയ്യാത്തവരാ അല്ലെങ്കിൽ ഈ വീട് നോക്കാത്തവരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 പേരും കൂടെ പറഞ്ഞാൽ തന്നെയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരുടെ 2 പേരുടെയും സംസാരമൊക്കെ നമ്മുടെ കനകം കേൾക്കാനിടയായി. കനകത്തിന് ഇതൊക്കെ കണ്ടിട്ട് രസകരമായൊരു ഒരു തമാശയായിട്ടാണ് കനകത്തിന് തോന്നുന്നത്. ഇവളുമാരങ്ങ് ചെയ്യട്ടെ എന്നുള്ളൊരിതിലാണ് കനകം. എല്ലാത്തിനും മൂട്ടിൽ നിന്ന് തീ കൊളുത്തി കൊടുത്തിട്ട് അങ്ങനെ ഇത് പൊട്ടിച്ചെതറുന്നത് കണ്ട് സന്തോഷത്തോടെ നമ്മുടെ കനകം ഇങ്ങനെ നിൽക്കുന്നു. തൻ്റെ മകളോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ ആ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാ കഴിയുക? എന്തായാലും ദേവയാനിയും ജലജയും കൂടെ 1.5 പാചകത്തിന് വേണ്ടി അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് അവിടെ വെച്ച് വിളമ്പാൻ പോകുന്നതെന്നും ആരൊക്കെ വയറിന് പ്രശ്നമാകുമെന്നൊന്നും അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം സൂപ്പർ ഹിറ്റ് വിശേഷം. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം. എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.